ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നൊരു പരാതി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫ്ലേവർ ആണെങ്കിലും കിട്ടണില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമുക്ക് ടിഫിൻ ബോക്സിൽ സ്കൂളിലേക്ക് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും രാവിലെ എളുപ്പത്തിൽ ഒരു 15 മിനിറ്റൊക്കെ മതിയാവും ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ രുചികരമായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും നല്ല ബ്രാൻഡ് ബസ്മതി റൈസ് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ ബസ്മതി റൈസ് നമുക്കൊന്ന് കഴുകിയെടുക്കാൻ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ കുതിർത്തി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഡയറക്റ്റ് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് തിളച്ച വെള്ളം ഉണ്ടാവും പെട്ടെന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്തിട്ട് റൈസും അതുപോലെ ഞാൻ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് വെന്ത് കുഴഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ആ റൈസ് കുക്കായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണുള്ളതോ ബോണില്ലാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ഇത് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള ഒരു വെള്ളം ഞാനൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചത് വേവിച്ചെടുക്കണം കേട്ടോ. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ വേണമെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഒരു വിസിൽ വരണ വരെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ചിക്കൻ വെന്ത് വന്നോളും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒണിയൻ അതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂം വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂം എടുക്കാം. അതുപോലെ സ്വീറ്റ് കോൺ വേണമെങ്കിൽ സ്വീറ്റ് കോൺ ഒക്കെ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 90% കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്തിട്ട് വെന്ത് കുഴഞ്ഞ് ആ ഒരു രീതിയിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ റൈസ് ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഒരു വൈറ്റ് ഭാഗവും അതുപോലെ സ്പ്രിംഗ് ഒണിയൻ ലീവ്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ചൈനീസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് കൂടുതൽ എണ്ണ ഉണ്ടായിരിക്കും, പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ കുക്കിംഗ് ടൈമൊന്നും അധികം വേണ്ട. നമ്മൾ ഈ ഇന്ത്യൻ കുക്കിംഗ് ഒക്കെ ചെയ്യണ ആ ഒരു സമയമൊന്നും നമുക്ക് ചൈനീസ് റെസിപ്പീസ് ഒന്നും ഉണ്ടാക്കാൻ ആവശ്യമില്ല. പക്ഷെ നല്ല ഫ്ലേവറോട് കൂടി ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതും അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് ഒണിയൻ ലീവ്സും റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേർഡ് ക്യാപ്സിക്കം എടുക്കാം, യെല്ലോ അതുപോലെ റെഡ് ക്യാപ്സിക്കം ഒക്കെ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അതുപോലെ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരു 1/4 കപ്പ് അളവിൽ മതിയാവും കേട്ടോ. എല്ലാ വെജിറ്റബിൾസും കൂടി ആകുമ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടിയും കൂടുതൽ വെജിറ്റബിൾസ് ചേർത്താൽ കൂടുതൽ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ക്യാബേജും ഇതുപോലെ ഞാനൊരു 2 ലീവ്സാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ, ഒരു 8 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നല്ല പൊടിയായിട്ട് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് റൈസൊക്കെ കുക്ക് ചെയ്ത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു ഒരു 3 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുകയാണ്. ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതും ചിക്കൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് ആ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്ത് എടുക്കുന്നത്. വെളുത്തുള്ളി മൂത്തൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ വൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീൻസാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ആ ഒരു കുക്കിംഗ് ടൈമിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീൻസിനാണല്ലോ കൂടുതൽ സമയം എടുക്കുക കുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് അത് ആദ്യം ചേർത്തത്. പിന്നെ ക്യാരറ്റ്
അതുപോലെ ക്യാപ്സിക്കം ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടാൻ നല്ലതാണ്. പിന്നെ ക്യാബേജ് ചേർക്കുന്നുണ്ട്, ക്യാബേജൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുമല്ലോ. പിന്നെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ. ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്തങ്ങോട്ട് കുഴഞ്ഞു പോകണ്ട, അതിൻ്റെ കളറൊന്നും മാറി വരണ്ട, അതായത് ഒന്ന് ക്രഞ്ചി ആയിട്ട് വന്നാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച ആ ഒരു മുട്ടയും വേവിച്ചെടുത്ത ആ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ അത് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴായിരിക്കും ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും അതുപോലെ 1/2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ബസ്മതി റൈസും കൂടെ ചേർക്കാം കേട്ടോ. ഇതുപോലെ ഓരോ റൈസും സെപ്പറേറ്റ് തന്നെ ഇരിക്കണം. ഇതിലേക്ക് ഇനി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ താഴേന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ തന്നെ കുറച്ച് അധികം സമയം നമ്മൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ആയിട്ട് റൈസ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പെട്ടെന്ന് ഇട്ടപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത്. റൈസും എല്ലാം കൂടെ ചേർന്ന് നല്ല ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ വരണം. അതുപോലെ കുറച്ച് സമയം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെയാണ് ഇതിലേക്ക് നല്ല രീതിയിൽ ഫ്ലേവേഴ്സൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ. അതുപോലെ കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ചിക്കനും എഗ്ഗും വെജിറ്റബിൾസും എല്ലാം തന്നെ ചേരുന്നത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് കൊടുത്തേക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ ലീവ്സും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു വലിയ പിടി തന്നെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. സ്പ്രിംഗ് ഒണിയൻ ലീവ്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റൈസ് ആണെന്നുണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ചില്ലി ചിക്കൻ അല്ലെങ്കിൽ അതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.